السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ ജയിൽ മോചനത്തിനാവശ്യമായ കാര്യങ്ങളും കച്ചവടം അഭിവൃദ്ധിപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളും അതുപോലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആവശ്യമായ സൂറത്തുകളും ആയത്തുകളും ഒക്കെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇൻഷാ അള്ളാഹ് എല്ലാവരും അത് കേട്ട് പഠിക്കുകയും എഴുതിയെടുക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പരിശുദ്ധമായ ഖുർആനിലെ 8-ാമത്തെ സൂറത്താണ് സൂറത്തുൽ അൻഫാൽ. സൂറത്തുൽ അൻഫാൽ, ആ സൂറത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻഫാലും സൂറത്തു തൗബയും. സൂറത്തുൽ അൻഫാൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തു തൗബ. 8-ാമത്തെ സൂറത്താണ് സൂറത്തുൽ അൻഫാൽ, 9-ാമത്തെ സൂറത്താണ് സൂറത്തു തൗബ. അപ്പോൾ സൂറത്തുൽ അൻഫാലും സൂറത്തു തൗബയും അത് പതിവായി ഓതുന്നവന് വേണ്ടി ആ സൂറത്തുകൾ ശിപാർശ ചെയ്യുന്നതാണ്, റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സൂറത്തുൽ അൻഫാലും സൂറത്ത് തൗബയും ഓതുന്നവന് വേണ്ടി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ കിട്ടും, റെക്കമെൻഡ് കിട്ടും. ഈ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്തുകളുടെ റെക്കമെൻഡ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ സൂറത്തുകൾ പാരായണം ചെയ്താൽ എന്ത് കിട്ടും? ഹബീബായ തങ്ങൾ പറഞ്ഞു, അവർക്ക് ഞാൻ ശുപാർശ ചെയ്യുന്നതാണ്, അവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതെ. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റെക്കമെൻഡ് കിട്ടാൻ, ഷഫാഅത്ത് കിട്ടാൻ, ശുപാർശ കിട്ടാൻ നമ്മൾ പാരായണം ചെയ്യേണ്ട 2 സൂറത്തുകളാണ് സൂറത്തുൽ അൻഫാലും സൂറത്തു തൗബയും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും അത് ചെയ്യണം, ഓതണം. തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ജയിലിൽ കിടക്കുന്നവൻ എല്ലാ ദിവസവും ആ ജയിലിൽ കിടന്നുകൊണ്ട് 7 പ്രാവശ്യം സൂറത്തുൽ അൻഫാൽ ഓതിയാൽ അവന് മോചനം കിട്ടുന്നതാണ്. ജയിലിൽ അകപ്പെട്ടവരുണ്ടല്ലോ, ചിലപ്പോൾ ശിക്ഷ വിധിച്ചകപ്പെട്ടവനാകാം, അതല്ലാതെ റിമാൻഡിൽ കിടക്കുന്നവനാകാം. ജയിലിൽ അകപ്പെട്ടവൻ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും ജയിലിൽ വെച്ചുകൊണ്ട് 7 പ്രാവശ്യം സൂറത്തുൽ അൻഫാൽ ഓതുക, എന്നിട്ട് ദുആരക്കുക. എന്നാൽ അല്ലാഹു തആല അവന് അവിടുന്ന് മോചനത്തിലൊരു വഴി കൊടുക്കുന്നതാണ്. ചിലപ്പോൾ ശിക്ഷ വിധിച്ച് ജയിലിൽ കിടക്കുന്നവനായിരിക്കും, എന്നാലും അല്ലാഹു തആലയ്ക്ക് വിചാരിച്ച മോചനം കൊടുക്കാൻ പറ്റൂലേ? മോചനം കിട്ടുന്നതാണ്. എല്ലാ ദിവസവും 7 പ്രാവശ്യം ഓതണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിരപരാധികളായ ഒരുപാട് സഹോദരന്മാർ ജയിലിൽ അകപ്പെട്ടവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മോചനം നൽകുമാറാകട്ടെ. അപ്പോൾ അവരൊക്കെ ഇത് ചെയ്യുക. നിങ്ങൾ അവരെ ജയിലിൽ കാണാൻ പോകുമല്ലോ, ആ സമയത്ത് ഇത് പറഞ്ഞു കൊടുക്കണം. ഒരു ഖുർആൻ അവർക്ക് ഓതാൻ വേണ്ടി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കണം, എങ്കിലേ അവർക്ക് ഓതാൻ പറ്റുകയുള്ളൂ. കാണാൻ അറിയില്ലല്ലോ. അപ്പോൾ സൂറത്തുൽ അൻഫാൽ 7 പ്രാവശ്യം ഇത് ഓതാൻ പറയണം. അപ്പോൾ മറ്റൊന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു, ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി സൂറത്തുൽ അൻഫാലിലെ 10-ാമത്തെ ആയത്ത് ഓതിയാൽ ശത്രുവിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്. അപ്പോൾ സൂറത്തുൽ അൻഫാലിലെ 10-ാമത്തെ ആയത്ത് നമ്മൾ പതിവായി ഓതിയാൽ ശത്രുക്കളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത സൂറത്താണ് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സൂറത്തു തൗബ. സൂറത്തു തൗബ ബിസ്മില്ലാത്ത സൂറത്താണ്. ബിസ്മി ഓതൽ തുടക്കത്തിൽ എന്താണ്? ബിസ്മി ഓതൽ ഹറാമായ സൂറത്താണ് സൂറത്ത് തൗബ. എല്ലാവർക്കും അറിയാമല്ലോ. ബിസ്മി ഓതൽ ഹറാമാണ്, ബിസ്മി ഇല്ല. ആ സൂറത്തു തൗബ നമ്മുടെ 2 ലോകത്തും വിജയത്തിന് ഉപകരിക്കുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്തിനെ അധികമായി ഓതിയാൽ 2 ലോകത്തും വിജയം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്തെന്താണ്? നമ്മുടെ മതിപ്പുയരാൻ. മതിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്ക് ആൾക്കാർ മറ്റുള്ളവർ സ്വീകരിക്കണം. മറ്റുള്ളവരൊരു കാര്യം പറയുമ്പോൾ അവരത് സ്വീകരിക്കണം, നമ്മളെ തള്ളിക്കളയാൻ പാടില്ല.
അതിനുവേണ്ടി എന്ത് ചെയ്യുക, സൂറത്ത് തൗബയിലെ 32, 33 എന്നീ ആയത്തുകളെ എഴുതി നമ്മൾ ധരിച്ചാൽ, കൂടുതലാക്കി ധരിച്ചാൽ അവൻ്റെ വാക്കിന് എതിർവാക്ക് വരികയില്ല. അവൻ എന്ത് പറഞ്ഞാലും, നല്ലതായ എന്ത് കാര്യം പറഞ്ഞാലും മറ്റുള്ളവർ അംഗീകരിക്കും, അവനെ എല്ലാവരും ബഹുമാനിക്കും, മതിപ്പുണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. സൂറത്ത് തൗബയിലെ 32, 33 ആയത്തുകൾ എഴുതി ശരീരത്തിൽ ധരിക്കുക. മറ്റൊന്ന്, കച്ചവടം അഭിവൃദ്ധിപ്പെടാൻ, വ്യാപാരം അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുക, സൂറത്ത് തൗബയിലെ 111 ആയത്തിനെ എഴുതി ചരക്കുകൾക്കിടയിൽ വെച്ചാൽ അവിടെ വ്യാപാരം അഭിവൃദ്ധിപ്പെടുന്നതാണ്, കച്ചവടം വർദ്ധിക്കുന്നതാണ്. കച്ചവടക്കാർക്ക്, സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മറ്റൊന്ന്, ജയിൽ മോചിതനാകാൻ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നു, അതുപോലെ ഒരു അമലാണിത്. സൂറത്ത് തൗബയിലെ 128, 129 ആയത്തുകളെ എല്ലാ ദിവസവും 41 പ്രാവശ്യം ഓതിയാൽ ജയിലിൽ നിന്ന് മോചിതനാകുന്നതാണ്. ജയിലിൽ അകപ്പെട്ടവർ ജയിലിൽ നിന്ന് മോചിതനാകുന്നതാണ്. എന്ത് ചെയ്യണം? 128, 129 ആയത്തുകൾ, സൂറത്ത് തൗബയിലെ 128, 129 ആയത്തുകൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും 41 പ്രാവശ്യം വീതം ഓതുക. എന്നാൽ മോചനം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ എന്ത് ചെയ്യണം? സൂറത്ത് തൗബയിലെ 128, 129, 128, 129 എന്നീ ആയത്തുകൾ ഓതിയിട്ട് വുളൂഓടുകൂടി ഖിബലയെ നോക്കി ഖിബലയിലേക്ക് തിരിഞ്ഞ് കിടന്നാൽ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാം. അപ്പോൾ വുളൂ എടുത്തുകൊണ്ട് കിടക്കാൻ പോയി ബെഡിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യുക, 128, 129 ആയത്തുകൾ, സൂറത്ത് തൗബയിലെ 128, 129 ആയത്തുകൾ എന്ത് ചെയ്യുക, ഓതിയിട്ട് ആ വുളൂഓടുകൂടി തന്നെ ഖിബലയിലേക്ക് തിരിഞ്ഞു കിടക്കുക. എന്നാൽ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാം. അത് പതിവായി ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ സ്വപ്നത്തിൽ കാണാമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, നമുക്കെതിരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവരുണ്ടാകും. ആവശ്യമില്ലാതെ വെറുതെ നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാതെ തന്നെ നമ്മളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അവരിൽ നിന്ന്, അങ്ങനെയുള്ള ജനങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ സൂറത്ത് തൗബ എന്ത് ചെയ്യുക, വെള്ളിയാഴ്ച രാവ് 80 പ്രാവശ്യം ഓതിയാൽ, സൂറത്ത് തൗബ ഫുള്ളായിട്ടല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകൾ, ഏത് 128, 129 ആയത്തുകൾ, 128, 129 ആയത്തുകൾ വെള്ളിയാഴ്ച രാവ് 80 പ്രാവശ്യം ഓതിയാൽ അങ്ങനെയുള്ളവരിൽ നിന്ന് രക്ഷ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കെതിരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവരിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി സൂറത്ത് തൗബയിലെ 128, 129 ആയത്തുകൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നാളെയാണ് വെള്ളിയാഴ്ചയെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരുന്ന രാത്രിയാണ് വെള്ളിയാഴ്ച രാവ്. ആ വെള്ളിയാഴ്ച രാവ് 80 പ്രാവശ്യം ഓതുക. അങ്ങനെ ഓതിയിട്ട് ദുആ രക്കുക. എന്നാൽ നമുക്കെതിരെ മോശത്തരം പറഞ്ഞു നടക്കുന്നവരിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുന്നതാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ സൂറത്തു തൗബ, സൂറത്തുൽ അൻഫാൽ, ആ സൂറത്തുകളുടെ പ്രത്യേകതകളിൽ നിന്നും ചെറിയ ഒരംശം മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാം മനസ്സിലാക്കി വേണ്ടവരൊക്കെ ചെയ്യുക, ആവശ്യമുള്ളവർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ ദുആ ഇറക്കണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.